ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള 5 ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5. കാസർഗോഡ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ല 1984 മെയ് 24-ന് രൂപീകൃതമായി. ഒരു പിന്നോക്ക പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ സാക്ഷാത്കാരമായിരുന്ന കാസർഗോഡ് കേരളത്തിന്റെ കിരീടമാണ് എന്ന് പറയാം. ഭാഷകളുടെയും സംസ്കാരത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകൾക്ക് പെരുമയുള്ള പ്രദേശമാണ് കാസർഗോഡ്. 4. പത്തനംതിട്ട. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിലെ ഒരു മലയോര പട്ടണമാണിത്. കേരളത്തിലെ 13ാം റവന്യൂ ജില്ലയാണ് ഇത്. നദീതീരത്തുള്ള വീടുകളുടെ ഒരു നിര എന്നാണ് പത്തനംതിട്ടയുടെ അർത്ഥം. സ്വാതന്ത്ര്യ സമരത്തിനുള്ള സമൃദ്ധമായ സംഭാവനയെക്കുറിച്ച് ജില്ലയ്ക്ക് അഭിമാനമുണ്ട്. 1982 നവംബർ 1-ന് പ്രത്യേക ഭരണ സംവിധാനമായി ജില്ല നിലവിൽ വന്നു. 3. പാലക്കാട്. ഭാരതപ്പുഴയുടെ കൈവഴികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാടിന്റെ ഇരുവശത്തു കൂടി ഒഴുകുന്നു. പാലമരങ്ങൾ വളർന്നു നിന്നിരുന്ന കാട് പാലക്കാടായെന്നാണ് ചിലർ പറയപ്പെടുന്നത്. പാലക്കാടാണ് പാലക്കാടായതെന്ന് KV കൃഷ്ണയ്യർ വാദിക്കുന്നു. പാലക്കാടൻ ഭാഷ സങ്കര ഭാഷയാണ്. അട്ടപ്പാടി, പറമ്പിക്കുളം പ്രദേശങ്ങളിലെ ആദിവാസികളുടെ ഗോത്രഭാഷയും ശ്രദ്ധേയമാണ്. 2. വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട്. വയനാട്ടിലെ ഗോത്രഭാഷകളായ റവുള ഭാഷയും പണിയ ഭാഷയും മലയാളവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തിന്റെ 12ാം ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല രൂപം കൊണ്ടത്. 1. മലപ്പുറം. യൂറോപ്യന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും പട്ടാള ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് മലപ്പുറം. പ്രാചീന കാലം മുതലേ സൈനിക ആസ്ഥാനമാണ് മലപ്പുറം. മുനിസിപ്പൽ ചെയർമാൻ നയിക്കുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് നഗരത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നത്. കേരള സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തായാണ് മലപ്പുറം സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ അനവധി ചെറു കുന്നുകളും പുഴകളും ഒഴുകുന്ന സ്ഥലമാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.